നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചരിത്രപ്രസിദ്ധമായ ആലപ്പുഴ നെഹ്റു ട്രോഫി ജലോത്സവം ഓഗസ്റ്റ് 22 ശനിയാഴ്ച നടക്കും. 22 ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെ 71 വള്ളങ്ങൾ പങ്കെടുക്കും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ഒരുക്കങ്ങൾ പൂർത്തിയായി. സ്ത്രീകളുടെ വ്യക്തിത്വം തിരിച്ചറിയാൻ പ്രാപ്തമാക്കിയ പ്രസ്ഥാനമാണ് കുടുംബശ്രീ എന്ന് മന്ത്രി കെ എം ഷാജി. കുടുംബശ്രീ ഓണം വിപണന മേളയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ എം ഷാജി ആലപ്പുഴയിൽ നിർവഹിച്ചു. നാടിനൊന്നടിക്കിയ കരുവാറ്റ കൊലപാതകം. കൊല്ലപ്പെട്ട ശിവൻകുട്ടി നായരുടെ മൃതദേഹം സംസ്കരിച്ചു. പ്രായപൂർത്തിയാകാത്ത പ്രതികളെ മുതിർന്നവരായി പരിഗണിച്ച് വിചാരണ നടത്താൻ പോലീസ് നടപടി ആരംഭിച്ചു. ക്ഷേമ പെൻഷനുകൾ അട്ടിമറിക്കാൻ നീക്കുമെന്ന ആരോപണം. CPIM പ്രക്ഷോഭത്തിലേക്ക്. വിവിധ സ്ഥലങ്ങളിൽ നടന്ന മാർച്ചിലും ധർണയിലും നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പാതിരാമണൽ ദ്വീപ് സന്ദർശിച്ചു. ദ്വീപിന്റെ വികസനത്തിന് ആവശ്യമായ ഇടപെടൽ നടത്തുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. മണൽ ഖനന വിഷയം ഇവിടുത്തെ നേതാക്കൾ പരിഹരിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. വാർത്തകൾ വിശദമായി. ചരിത്രപ്രസിദ്ധമായ ആലപ്പുഴ നെഹ്റു ട്രോഫി ജലോത്സവം ഓഗസ്റ്റ് 22 ശനിയാഴ്ച നടക്കും. 22 ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെ 71 വള്ളങ്ങൾ പങ്കെടുക്കും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ഒരുക്കങ്ങൾ പൂർത്തിയായി. നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി വി ഡി സതീശൻ സാറാണ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. അതുകൂടാതെ കേന്ദ്ര ടൂറിസം വകുപ്പ് മന്ത്രി, ക്യാബിനറ്റ് മിനിസ്റ്റർ അദ്ദേഹവും പങ്കെടുക്കുന്നു. ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം കർണാടക മുഖ്യമന്ത്രി ശിവകുമാർ സാറും നമ്മുടെ ഈ പറഞ്ഞ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. മാത്രമല്ല കേരളത്തിലെ മറ്റ് ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെയുള്ള ആഭ്യന്തരമന്ത്രി, ലിജു മിനിസ്റ്റർ, അതുപോലെ ടൂറിസം മിനിസ്റ്റർ, അതുപോലെ മുൻ മിനിസ്റ്റർമാർ പങ്കെടുക്കുന്നുണ്ട്. ഇവിടുത്തെ 2 MPമാരും, കെ സി വേണുഗോപാൽ MP, അതുപോലെ കൊടിക്കുന്നിൽ സുരേഷ് MP, നമ്മുടെ ജില്ലയുടെ എല്ലാ MLAമാരും, ജില്ലയിലുള്ള ഷാനിമുൽ ഉസ്മാൻ പോലെയുള്ള ഡെപ്യൂട്ടി സ്പീക്കർ, അങ്ങനെ എല്ലാ പ്രധാനപ്പെട്ട നമ്മുടെ ജില്ലയെ പ്രതിനിധീകരിക്കുന്ന എല്ലാ MLAമാരും MPമാരും പങ്കെടുത്തുകൊണ്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. വിവിധങ്ങളായ കമ്മിറ്റികളുടെ പ്രവർത്തനം കൃത്യമായി നടന്നിട്ടുണ്ട്. അതുപോലെ അതിന്റെ മുന്നൊരുക്കങ്ങൾ ഏതാണ്ട് പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ചരിത്രപ്രസിദ്ധമായ ആലപ്പുഴ നെഹ്റു ട്രോഫി വള്ളംകളി ഓഗസ്റ്റ് 22 ശനിയാഴ്ച പുന്നമടക്കായലിൽ നടക്കും. 72ാമത് നെഹ്റു ട്രോഫി വള്ളംകളിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ കളക്ടർ ഷാജി വി നായർ, ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണുപ്രദീപ് IAS എന്നിവർ അറിയിച്ചു. 22 ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെ 71 വള്ളങ്ങളാണ് പങ്കെടുക്കുന്നത്. രാവിലെ 11 മുതൽ ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങൾ ആരംഭിക്കും. ഉച്ചയ്ക്ക് 2-നാണ് ഉദ്ഘാടനം. മുഖ്യമന്ത്രി വി ഡി സതീശൻ വള്ളംകളി ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര ടൂറിസം മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്, കർണാടക മുഖ്യമന്ത്രി TK ശിവകുമാർ, സംസ്ഥാന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, ജില്ലയുടെ ചുമതലയുള്ള എക്സൈസ് വകുപ്പ് മന്ത്രി M ലിജു, ടൂറിസം മന്ത്രി PC വിഷ്ണുനാഥ്, ഡെപ്യൂട്ടി സ്പീക്കർ അഡ്വക്കേറ്റ് ഷാനിമോൾ ഉസ്മാൻ, MPമാരായ KC വേണുഗോപാൽ, കൊടിക്കുന്നിൽ സുരേഷ്, ജില്ലയിലെ MLAമാർ തുടങ്ങിയ നിരവധി പേർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് അവർ പറഞ്ഞു. 2:30 ചുണ്ടൻ വള്ളങ്ങളുടെ മാസ് ഡ്രില്ലും 3 മണിയോടെ ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരം ആരംഭിക്കും. 5 മണിയോടെ ഫൈനൽ മത്സരം നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ പറഞ്ഞു. 1700ഓളം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് വിന്യസിക്കുന്നത്. ഏകദേശം 16 സെക്ടറുകളായിട്ട് 22 DYSPമാരുടെ 45ഓളം ഇൻസ്പെക്ടർമാരുടെയും കീഴിൽ 1700ഓളം പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കുന്നതാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 50ഓളം ബോട്ടുകളിലായിട്ടും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും ഈ മത്സരങ്ങളുടെ മറ്റ് കൺട്രോളിങ്ങിനൊക്കെ ആയിട്ട് 50ഓളം ബോട്ടുകളിൽ പോലീസിൻ്റെ ഡിപ്ലോയ്മെന്റ് ഉണ്ടാകുന്നതാണ്. അതുകൂടാതെ നഗരത്തിലും മറ്റ് ഈ പുന്നമടക്കായലിലെ സമീപ പ്രദേശങ്ങളിലൊക്കെ ഷാഡോ പോലീസിനെ കൂടെ നമ്മൾ വിന്യസിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ഈ ചെയിൻ സ്നാച്ചിങ് പോലത്തെ സംഭവങ്ങളും മറ്റ് അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് തടയാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് ഇടപെടാനും ഒക്കെ ആയിട്ട് ഷാഡോ പോലീസിനെ കൂടെ ഇപ്രാവശ്യം വിന്യസിക്കുന്നതാണ്. ഈ ഓൾറെഡി കളക്ടർ സൂചിപ്പിച്ച പോലെ ഈ നിയമാവലി കൃത്യമായിട്ട് എല്ലാവരും പാലിക്കേണ്ടതാണ്. അതനുസരിക്കാത്ത ആൾക്കാർക്കെതിരെയും അതുപോലെ ഈ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നവർക്കെതിരെയും കൃത്യമായിട്ടുള്ള ലീഗൽ ആക്ഷൻ, നിയമപരമായിട്ടുള്ള ആക്ഷൻ തന്നെ പോലീസ് സ്വീകരിക്കുന്നു. ജില്ലാ കളക്ടർ ഷാജി വി നായർ, ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണുപ്രദീപ് IAS, നഗരസഭാ അധ്യക്ഷ മോളി ജേക്കബ്, ADM C പ്രേംജി, RDO J മോബി, കൺവീനറും ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായ PS വിനോദ്, പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനറും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസറുമായ KS സുമേഷ് തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ടൈം ന്യൂസ് ആലപ്പുഴ.
വള്ളംകളിക്ക് മുന്നോടിയായി ആലപ്പുഴയിൽ നടന്ന വഞ്ചിപ്പാട്ട് മത്സരം ആവേശമായി. കോഴിക്കോട് സമർദർശിനിയും കാക്കാടും ശ്രീദുർഗയും ജേതാക്കളായി. ആലപ്പുഴ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗമായി നടന്ന വഞ്ചിപ്പാട്ട് മത്സരം ആവേശമായി. കുട്ടനാടൻ ശൈലിയിൽ സ്ത്രീ വിഭാഗത്തിൽ കോഴിക്കോട് സമദർശിനിയും പുരുഷ വിഭാഗത്തിൽ കാക്കാടം ശ്രീദുർഗ വഞ്ചിപ്പാട്ട് സംഘവും ജേതാക്കളായി. അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് സി പ്രേംജി ഉദ്ഘാടനം ചെയ്തു. കുട്ടനാട്, ആറന്മുള, വെച്ചുപാട്ട് എന്നീ ശൈലികളിലായിരുന്നു മത്സരങ്ങൾ. വെച്ചുപാട്ട് സ്ത്രീകളിൽ കോഴിക്കോട് യങ് സ്റ്റാലിനും പുരുഷന്മാരിൽ കക്കാഴം ശ്രീദുർഗ വഞ്ചിപ്പാട്ട് സംഘവും ജേതാക്കളായി. ആറന്മുള ശൈലിയിൽ പുരുഷന്മാരിൽ പാണ്ഡവ വഞ്ചിപ്പാട്ട് കൂട്ടായ്മ ഒന്നാം സ്ഥാനം നേടി. സി കെ സദാശിവൻ അധ്യക്ഷനായി. ഇൻഫ്രാസ്ട്രക്ചർ കമ്മിറ്റി കൺവീനർ പി എസ് വിനോദ്, റേസ് കമ്മിറ്റി അംഗങ്ങളായ ജോസ് കാവനാട്, കെ എ പ്രമോദ്, എ വി മുരളി, കാർത്തികേയൻ, ടോം ജോസഫ് ചമ്പക്കുളം, എസ് എം ഇക്ബാൽ എന്നിവർ സംസാരിച്ചു. പ്രൊഫസർ നെടുമുടി ഹരികുമാർ, അഭിലാഷ്, ഡോക്ടർ ബിച്ചു എക്സ് മലയിൽ എന്നിവരായിരുന്നു വിധികർത്താക്കൾ. സമാപന സമ്മേളനം ജി സുധാകരൻ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാംഗം പി സതീദേവി അധ്യക്ഷനായി. വിജയികൾക്ക് കെ ഷാജു സമ്മാനങ്ങൾ വിതരണം ചെയ്തു. നഗരസഭാ സ്ഥിരം സമിതി അംഗം AM നൌഫൽ, റേസ് കമ്മിറ്റി അംഗം MB അൽത്താഫ്, മാത്യു ചെറുപറമ്പൻ, എ സന്തോഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ടൈം ന്യൂസ്, ആലപ്പുഴ. വള്ളംകളിയോടനുബന്ധിച്ചുള്ള തുഴത്താളം ഫോട്ടോ പ്രദർശനം ആരംഭിച്ചു. ആലപ്പുഴ ലളിതകലാ അക്കാദമിയിൽ നടക്കുന്ന ഫോട്ടോ പ്രദർശനം ശനിയാഴ്ച സമാപിക്കും. ആലപ്പുഴ നെഹ്റു ട്രോഫി വള്ളംകളിക്ക് മുന്നോടിയായി തുഴത്താളം ഫോട്ടോ പ്രദർശനം ആരംഭിച്ചു. 72ാമത് നെഹ്റു ട്രോഫി വള്ളംകളിക്ക് മുന്നോടിയായി ആലപ്പുഴ പ്രസ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ NDBR പബ്ലിസിറ്റി കമ്മിറ്റി, മോഹനൻ പരമേശ്വരൻ ഫൗണ്ടേഷൻ എന്നിവയുമായി ചേർന്ന് സംഘടിപ്പിച്ച ഫോട്ടോ പ്രദർശനം ജില്ലാ കോടതി പാലത്തിന് സമീപമുള്ള ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിലാണ് ഒരുക്കിയിട്ടുള്ളത്. നഗരസഭാ അധ്യക്ഷ മോളി ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. വള്ളംകളിയുമായിട്ട് ബന്ധപ്പെട്ട് ജനങ്ങളിൽ ഇതെത്തിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം നിങ്ങൾക്ക് മാത്രമുള്ളതാണ്. അത് ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ആയാലും മറ്റ് ചാനലുകളുടെ ആണെങ്കിലും നിങ്ങളുടെ ഒരു ഉത്തരവാദിത്തമാണ്. നിങ്ങളിലൂടെയാണ് എന്ത് പരിപാടിയാണെങ്കിലും നടന്നാൽ അത് ജനങ്ങളുടെ മുന്നിലെത്തുന്നത്. എന്താ പറയുന്നത്, ജീവിക്കുന്ന, അതായത് ഒരാൾ ജീവിക്കുന്ന ഒരു രീതിയിൽ ജീവനുള്ള ഓരോ ഫോട്ടോഗ്രാഫിയായിട്ട് മാറട്ടെ ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുന്നു. ആലപ്പുഴയിലെ 12 മാധ്യമ ഫോട്ടോഗ്രാഫർമാർ പല കാലങ്ങളിൽ പകർത്തിയ വള്ളംകളി ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ചരിത്രത്തിലെ അനർഘ നിമിഷങ്ങളും മുൻകാലങ്ങളിൽ വള്ളംകളിക്കെത്തിയ പ്രശസ്ത വ്യക്തികളുടെ ആവേശവും കുട്ടനാടൻ ഗ്രാമജീവിത തുടുപ്പും ചിത്രങ്ങളിൽ കാണാം. സഞ്ചാരികൾക്ക് പ്രദർശനം മികച്ച കാഴ്ചാനുഭവം പകരും. പ്രദർശനം ശനിയാഴ്ച വരെ തുടരും. ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷരായ AM നൌഫൽ, സി ജ്യോതിമോൾ, നഗരസഭാ അംഗം ബെന്നി ജോസഫ്, പ്രസ് ക്ലബ് അംഗങ്ങളും ഫോട്ടോഗ്രാഫർമാരായ സി ബിജു, നിഖിൽ രാജ്, സജിത് ബാബു, PR സുരേഷ്, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ KS സുമേഷ്, പബ്ലിസിറ്റി കമ്മിറ്റി അംഗം സുഭാഷ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. ടൈം ന്യൂസ്, ആലപ്പുഴ. സ്ത്രീകളുടെ വ്യക്തിത്വം തിരിച്ചറിയാൻ പ്രാപ്തമാക്കിയ പ്രസ്ഥാനമാണ് കുടുംബശ്രീ എന്ന് മന്ത്രി KM ഷാജി. കുടുംബശ്രീ ഓണം വിപണന മേളയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി KM ഷാജി ആലപ്പുഴയിൽ നിർവഹിച്ചു. സ്വന്തം വ്യക്തിത്വം തിരിച്ചറിയാൻ സ്ത്രീകളെ പ്രാപ്തമാക്കിയ പ്രസ്ഥാനമാണ് കുടുംബശ്രീ എന്ന് തദ്ദേശ സ്വയംഭരണ മന്ത്രി KM ഷാജി പറഞ്ഞു. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ സംസ്ഥാനമൊട്ടാകെ സംഘടിപ്പിക്കുന്ന ഓണം വിപണന മേളയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ആലപ്പുഴ ബീച്ചിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച് കുടുംബശ്രീയെ നവീകരിക്കേണ്ടതുണ്ട്. പരമ്പരാഗതമായി നടത്തുന്ന സംരംഭങ്ങൾക്ക് പുറമെ പുതിയ കാലത്തിൻ്റെ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് നൂതന ആശയങ്ങളിൽ അധിഷ്ഠിതമായ സംരംഭ മേഖലകളിലേക്ക് മാറാൻ കുടുംബശ്രീ അംഗങ്ങൾക്ക് കഴിയണമെന്നും മന്ത്രി പറഞ്ഞു. ഒറ്റ കാര്യമാണ്, എല്ലാവർക്കും അവരവരുടേതായ ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. എല്ലാവർക്കും, സമൂഹത്തിൽ എല്ലാവർക്കും, ഏത് തലത്തിൽ ജീവിക്കുന്നവർക്കും ഒരു വ്യക്തിത്വമുണ്ട്. ആ വ്യക്തിത്വം തിരിച്ചറിയാൻ സ്ത്രീ സമൂഹത്തെ പ്രാപ്തമാക്കിയ ഒരു പ്രസ്ഥാനമാണ് കേരളത്തിലെ കുടുംബശ്രീ എന്ന് പറയുന്നത് എന്നതാണ് അതിൻ്റെ ഏറ്റവും ശക്തമായ ഒരു പ്രയോഗം എന്ന് പറയുന്നത്. ഇൻഡിവിജ്വാലിറ്റിയെ ശാക്തീകരിപ്പിച്ചു. അവരവരുടെ വ്യക്തിത്വം, ഞാനുണ്ട് ഇവിടെ സമൂഹത്തിൽ, എൻ്റെ ശബ്ദവുമുണ്ട്,
എൻ്റെ പ്രാതിനിധ്യവുമുണ്ട്, എൻ്റെ കപ്പാസിറ്റിയുണ്ട്. അത് പ്രയോഗിക്കാൻ എനിക്ക് അവസരം വേണമെന്ന് പറയുന്ന തലത്തിലേക്ക് അവരെ കൂടെ കൊണ്ടുവരലാണ്. കുടുംബശ്രീ എല്ലാം കുടുംബങ്ങളുടെയും ഐശ്വര്യമാണെന്നും കുടുംബശ്രീയുടെ ആശയത്തെ മുറുകെ പിടിച്ച് കുടുംബശ്രീ അംഗങ്ങൾ മുന്നോട്ട് പോകണമെന്നും ജി സുധാകരൻ MLA അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. സ്ത്രീകളെ സ്വയം പര്യാപ്തരാക്കുന്നതിലും നാടിൻ്റെ വളർച്ചയിലും കുടുംബശ്രീ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് AD തോമസ് MLA പറഞ്ഞു. നഗരസഭാ അധ്യക്ഷ മോളി ജേക്കബ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ AM നൌഫൽ, കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ B വിഘ്നേശ്വരി, ആലപ്പുഴ നഗരസഭ മുൻ ഉപാധ്യക്ഷൻ AM നസീർ, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ R വിമൽ ചന്ദ്രൻ, CDS അധ്യക്ഷന്മാരായ ഷീല മോഹൻ, ഹെലൻ ഫെർണാണ്ടസ് തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനത്ത് 25 വരെയാണ് കുടുംബശ്രീ ഓണം വിപണന മേളകൾ നടക്കുന്നത്. സംസ്ഥാന, ജില്ലാ, CDS തലത്തിലായി ആകെ 2000-ലേറെ മേളകൾ സംഘടിപ്പിക്കും. ഇതിൽ 50,000-ഓളം വനിതാ സംരംഭകരും പങ്കെടുക്കും. പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്ക് വിപുലമായ വിപണിയും സംരംഭകർക്ക് ഉയർന്ന വരുമാനവുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. നിലവിൽ സംസ്ഥാനമൊട്ടാകെ CDSകൾ വഴി ഓണസദ്യ, ഓണക്കിറ്റ് വിപണനം എന്നിവ പുരോഗമിക്കുകയാണ്. കുടുംബശ്രീ പോക്കറ്റ് മാർട്ട് ആപ്ലിക്കേഷൻ വഴിയും ഉൽപ്പന്നങ്ങൾ ഓൺലൈനായി വാങ്ങാം. 300-ലേറെ ഉൽപ്പന്നങ്ങളാണ് ഇതിലൂടെ ലഭിക്കുന്നതെന്നും കുടുംബശ്രീ ഭാരവാഹികൾ അറിയിച്ചു. നാടിനെ നടുക്കിയ കരുവാറ്റ കൊലപാതകം. കൊല്ലപ്പെട്ട ശിവൻകുട്ടി നായരുടെ മൃതദേഹം സംസ്കരിച്ചു. പ്രായപൂർത്തിയാകാത്ത പ്രതികളെ മുതിർന്നവരായി പരിഗണിച്ച് വിചാരണ നടത്താൻ പോലീസ് നടപടി ആരംഭിച്ചു. കരുവാറ്റയിലെ വയോധികന്റെ കൊലപാതകത്തിൽ പിടിയിലായ 3 ആൺകുട്ടികളെ മുതിർന്നവരായി പരിഗണിക്കണമെന്ന് കാട്ടി പോലീസ് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് റിപ്പോർട്ട് നൽകി. പ്രതികളായ 3 ആൺകുട്ടികളെയാണ് മുതിർന്നവരായി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത്. 16 മുതൽ 18 വരെ പ്രായപരിധിയിലുള്ളവർ അതീവ ഗൗരവതരമായ കുറ്റം ചെയ്താൽ മുതിർന്നവരായി കണ്ട് വിചാരണ നടത്താൻ പോലീസിനെ ആവശ്യപ്പെടാം. തീരുമാനമെടുക്കുക ജുവനൈൽ ജസ്റ്റിസ് ബോർഡായിരിക്കും. പ്രതിയും വയോധികന്റെ കൊച്ചുമകളുമായ 13-കാരി അടക്കമുള്ളവരെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഹാജരാക്കിയ ശേഷം സംരക്ഷണ കേന്ദ്രത്തിലേക്ക് അയച്ചിരിക്കുകയാണ്. ഇവർക്ക് അടുത്ത ദിവസങ്ങളിൽ കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ളവ നൽകും. കൊല്ലപ്പെട്ട ശിവൻകുട്ടി ചെട്ടിയാരുടെ സംസ്കാരം കരുവാറ്റയിലെ വീട്ടുവളപ്പിൽ നടന്നു. കേസിൽ പ്രതിയായ 13-കാരിയെ കുറ്റവാളിയാക്കിയത് അവൾ കടന്നുപോയ അരക്ഷിതമായ ജീവിത സാഹചര്യങ്ങളാണെന്ന് പോലീസ് പറയുന്നു. ഇത് സംബന്ധിച്ച് പെൺകുട്ടി മൊഴിയും നൽകിയിട്ടുണ്ട്. കുട്ടിയുടെ അമ്മയെ അച്ഛൻ ഉപേക്ഷിച്ചതാണ്. ഇതിനുശേഷം പറവൂരിൽ അമ്മയുടെ മാതാപിതാക്കൾക്കൊപ്പമായിരുന്നു കുട്ടി കഴിഞ്ഞത്. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ബന്ധുക്കളുമായി പിണങ്ങി വീട് വിട്ട കുട്ടിയെ പോലീസാണ് കണ്ടെത്തിയത്. സ്റ്റേഷനിൽ എത്തിച്ച പെൺകുട്ടി അമ്മയെയും മുത്തശ്ശിയെയും എതിർത്താണ് അന്ന് സംസാരിച്ചത്. അവിടെ നിന്ന് താമസം ആലപ്പുഴയിലെ ചിൽഡ്രൻസ് ഹോമിലാക്കി. പിന്നീടാണ് കരുവാറ്റയിലെ വാടക വീട്ടിൽ താമസമാക്കിയത്. അതിനിടെയാണ് അമ്മ വിദേശത്ത് ജോലിക്ക് പോയത്. മുത്തശ്ശി പുലരും മുമ്പ് ലോട്ടറി വിൽപ്പനയ്ക്കായി പോകുന്നതിനാൽ മിക്കപ്പോഴും പെൺകുട്ടി വീട്ടിൽ തനിച്ചായിരുന്നു. രാത്രിയിലെ ഫോൺ ഉപയോഗത്തെപ്പറ്റി പെൺകുട്ടി മുത്തശ്ശിയുമായി തർക്കമുണ്ടാക്കിയതായും പോലീസ് പറയുന്നു. നങ്ങ്യാർകുളങ്ങരയിൽ പെൺകുട്ടി പഠിച്ച സ്കൂളിലും പ്രശ്നമുണ്ടാക്കിയതായും പോലീസ് ചൂണ്ടിക്കാട്ടുന്നു. ടൈം ന്യൂസ്, ആലപ്പുഴ. ക്ഷേമ പെൻഷനുകൾ അട്ടിമറിക്കാൻ നീക്കമെന്ന ആരോപണം. CPIM പ്രക്ഷോഭത്തിലേക്ക്. ചേർത്തല വടക്ക് വില്ലേജ് ഓഫീസിന് മുന്നിൽ നടന്ന സമരം അഡ്വക്കേറ്റ് K പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ ക്ഷേമ പെൻഷനുകൾ അട്ടിമറിക്കാൻ നീക്കമെന്ന് ആരോപണം. CPM പ്രക്ഷോഭത്തിലേക്ക്. വിവിധ സ്ഥലങ്ങളിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ചേർത്തല ടൗൺ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വടക്ക് വില്ലേജ് ഓഫീസിന് മുന്നിലാണ് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് K പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ LDF ഗവൺമെന്റ് പണം ഇത് പെൻഷനായിട്ടുള്ളതെല്ലാം അവരുടെ കൈകൾ എത്തിച്ചു കൊടുക്കാൻ തീരുമാനിച്ചത്. അതിപ്പോ കൊടുക്കുകയെന്നാണ് പറയണത്. എന്തൊരു ധിക്കാരാണ് ഈ കേരളത്തിലെ ഗവൺമെന്റ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ഗവൺമെന്റ് തുടങ്ങിയപ്പോൾ മുതൽ കുഴപ്പമല്ലേ? കള്ളത്തരങ്ങൾ മാത്രമേ പറയുള്ളൂ കേരളത്തിലെ ഗവൺമെന്റ്. കള്ളത്തരങ്ങളും മാത്രമല്ലേ പ്രവർത്തിക്കുകയുള്ളൂ കേരളത്തിലെ ഗവൺമെന്റ്. കോടാനുകോടി രൂപ കേരളത്തിലെ ഖജനാവിന് നഷ്ടമുണ്ടാക്കിയ തീരുമാനം കേരളത്തിലെ ഗവൺമെന്റ് ആദ്യം അതിന് എടുത്തില്ലേ? 600 കോടി മുതൽ 1000 കോടി രൂപ വരെ കേരളത്തിലെ ഗവൺമെന്റ് നഷ്ടമുണ്ടാക്കുന്നതാണ് വില കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ച തീരുമാനം. വില കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കണമെന്ന് ആരാ ആവശ്യപ്പെട്ടത്? ജനങ്ങൾ ആവശ്യപ്പെട്ടോ? കുടിക്കുന്ന ആൾക്കാർ ആവശ്യപ്പെട്ടോ? UDF ആവശ്യപ്പെട്ടോ? LDF ആവശ്യപ്പെട്ടോ? കോൺഗ്രസ് ആവശ്യപ്പെട്ടോ? വില കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കണമെന്ന് ആരെങ്കിലും ആവശ്യപ്പെട്ടോ? മദ്യം കുടിക്കുന്നവർ ആരും ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. ആരും പറയാതെ എന്തിനാണ് ബഡ്ജറ്റ് പ്രസംഗത്തിന്റെ അകത്ത് അത് പറഞ്ഞിട്ട് ബഡ്ജറ്റിലൂടെ നികുതി കുറയ്ക്കാൻ തീരുമാനിച്ചത്? ആ നികുതി കുറയ്ക്കാൻ തീരുമാനിച്ചത് ഇവിടുത്തെ എക്സൈസ് വകുപ്പ് മന്ത്രി പോലും അറിഞ്ഞിട്ടില്ലെന്നാണ് എക്സൈസ് വകുപ്പ് മന്ത്രി ലിജു പറഞ്ഞത്. മദ്യനയങ്ങളെ ചർച്ച ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. മദ്യനയം ഞങ്ങൾ ആവിഷ്കരിച്ചിട്ടില്ല. ഞങ്ങൾ മദ്യനയം ആവിഷ്കരിക്കുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ ബഡ്ജറ്റിനകത്തൊരു പ്രസംഗം വന്നിരിക്കുന്നു. വില കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കുന്നു എന്നതിലൂടെ പ്രഖ്യാപനം വന്നിരിക്കുന്നു. അതിനെക്കുറിച്ച് അറിയില്ല എന്നാണ് എക്സൈസ് വകുപ്പ് മന്ത്രി അന്ന് പറഞ്ഞത്. P ഷാജി മോഹൻ അധ്യക്ഷനായി. KP പ്രതാപൻ, PS പുഷ്പരാജ്, എലുക്കുട്ടി ജോൺ, PS ഗോപി, ME കുഞ്ഞുമുഹമ്മദ്, K കമൽ, PT സതീശൻ, CR സുരേഷ്,
എസ് സോബിൻ തുടങ്ങിയവർ സംസാരിച്ചു. ടൈം ന്യൂസ് ചേർത്തല. ക്ഷേമ പെൻഷനുകൾ അട്ടിമറിക്കാനുള്ള നീക്കത്തിനെതിരെ CPM മുഹമ്മയിൽ സംഘടിപ്പിച്ച മാർച്ചിലും ധർണയിലും നിരവധി പ്രവർത്തകർ അണിനിരന്നു. മാരാരിക്കുളം ഏരിയ സെക്രട്ടറി P. രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു. ക്ഷേമ പെൻഷനുകൾ അട്ടിമറിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം CPMന്റെ നേതൃത്വത്തിൽ മുഹമ്മയിൽ സംഘടിപ്പിച്ച മാർച്ചിലും ധർണയിലും നിരവധി പ്രവർത്തകർ അണിനിരന്നു. ആര്യക്കരയിൽ നടന്ന പ്രതിഷേധ പരിപാടി CPM മാരാരിക്കുളം ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് P. രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു. CK സുരേന്ദ്രൻ അധ്യക്ഷനായി. ലോക്കൽ സെക്രട്ടറി സലിമോൻ സ്വാഗതം പറഞ്ഞു. TP മംഗളമ്മ, M. ചന്ദ്ര, സ്വപ്ന ഷാബു, D. ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. ടൈം ന്യൂസ് ചേർത്തല. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പാതിരാമണൽ ദ്വീപ് സന്ദർശിച്ചു. ദ്വീപിന്റെ വികസനത്തിന് ആവശ്യമായ ഇടപെടൽ നടത്തുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. മണൽ ഖനന വിഷയം ഇവിടുത്തെ നേതാക്കൾ പരിഹരിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പാതിരാമണൽ ദ്വീപ് സന്ദർശിച്ചു. ദ്വീപിന്റെ വികസന സാധ്യതകൾ പഠിക്കാൻ പ്രതിനിധി സംഘത്തെ അയക്കുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. കോട്ടയത്ത് നിന്ന് ജലമാർഗം ആലപ്പുഴയ്ക്ക് വരുന്ന വഴി പാതിരാമണൽ ദ്വീപിൽ എത്തിയതായിരുന്നു സുരേഷ് ഗോപി. ദ്വീപിന്റെ വശ്യ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായ സുരേഷ് ഗോപി ഏറെ നേരം ദ്വീപിൽ ചെലവഴിച്ചു. സഞ്ചാരികൾ നേരിടുന്ന വിഷമതകൾ നേരിൽ ബോധ്യപ്പെട്ട കേന്ദ്രമന്ത്രി നല്ലൊരു ബോട്ട് ടെർമിനൽ ദ്വീപിൽ വേണമെന്ന് അഭിപ്രായപ്പെട്ടു. ശരി, നിങ്ങളിതൊരു കാര്യം ചെയ്യും. ഒരു ബോട്ട് ജെട്ടി ഇവിടെ ഉണ്ട്. ആ ബോട്ട് ജെട്ടി അതിന്റെ പൂർണ്ണതയിൽ എത്തിച്ചേ മതിയാവൂ എന്ന് പറഞ്ഞിട്ട് അത് നിങ്ങൾ തീർക്ക്, ബാക്കി നമുക്ക് നോക്കാം. ഇത്രയും നിങ്ങൾ ചെയ്തത് പഞ്ചായത്തിന്. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ P. പ്രസാദ് MLA, മുൻ MP ആയ മാരിഫ് എന്നിവരുമായി സംസാരിച്ച ശേഷമാണ് സുരേഷ് ഗോപി മടങ്ങിയത്. ദ്വീപിലെ മണൽ ഖനനം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ പ്രാദേശിക നേതാക്കൾക്ക് പരിഹരിക്കാവുന്ന വിഷയമാണെന്നായിരുന്നു മറുപടി. വഴിമധ്യേ കായ്പുറം സൗഹൃദവേദി വായനശാലയിലും സുരേഷ് ഗോപി സന്ദർശനം നടത്തി. തുറവൂരിൽ കഞ്ചാവ് വേട്ട. 4 കിലോ കഞ്ചാവുമായി ആറന്മുള സ്വദേശികളായ 3 യുവാക്കൾ അറസ്റ്റിൽ. തുറവൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് കഞ്ചാവ് പിടിച്ചെടുത്തത്. തുറവൂരിൽ കഞ്ചാവ് വേട്ട. 4 കിലോ കഞ്ചാവുമായി 3 യുവാക്കൾ അറസ്റ്റിൽ. ആറന്മുള സ്വദേശികളായ അക്ഷയ് സുരേഷ്, അച്ചു ശശി, ജിഷ്ണു സുരേന്ദ്രൻ എന്നിവരാണ് പിടിയിലായത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:30 ട്രെയിനിൽ കടത്തിക്കൊണ്ടുവന്ന 4 കിലോ കഞ്ചാവാണ് പിടിച്ചെടുത്തത്. രഹസ്യ വിവരത്തെ തുടർന്ന് ലഹരിവിരുദ്ധ സ്ക്വാഡും ചേർത്തല ഡിവൈഎസ്പിയുടെ സ്ക്വാഡും കുത്തിത്തോട് പോലീസും ചേർന്നാണ് കഞ്ചാവ് വേട്ട നടത്തിയത്. പ്രതികളെ റിമാൻഡ് ചെയ്തു. ഉഴുവ പുതിയകാവ് ദേവങ്കൽ ദേവസ്വത്തിന്റെ നവീകരിച്ച പാഞ്ചജന്യം ഓഡിറ്റോറിയം ഓഗസ്റ്റ് 22 ശനിയാഴ്ച നാടിന് സമർപ്പിക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഉഴുവ പുതിയകാവ് ദേവങ്കൽ ദേവസ്വത്തിന്റെ കീഴിലുള്ള പാഞ്ചജന്യം AC ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം ഈ ശനിയാഴ്ച 22-ാം തീയതി വൈകിട്ട് 5 മണിക്ക് നമ്മുടെ ബഹുമാന്യനായ ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല നിർവഹിക്കുകയാണ്. ആ ചടങ്ങിലേക്ക് എല്ലാ പൊതുജനങ്ങളെയും ഭക്തജനങ്ങളെയും എല്ലാം ക്ഷണിക്കുകയാണ്. ഈ ചടങ്ങിൽ നമ്മുടെ മുഖ്യാതിഥിയായിട്ട് അദ്ദേഹം സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കൂടാതെ നമ്മുടെ ദേവസ്വത്തിൻ്റെ വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പ്രിയങ്കരനായ MLA ശ്രീ P. പ്രസാദാണ്. അതുപോലെ 2004 ഇതിന് തറക്കല്ലിട്ട് നമ്മുടെ ഈ പാഞ്ചജന്യം എന്ന ഈ സ്വപ്നം നമ്മളിലേക്ക് എത്തിച്ച നമ്മുടെ മുൻ ദേവസ്വം പ്രസിഡന്റ് ശ്രീ N. ഗോപാലകൃഷ്ണൻ നായർ, അതുപോലെ ആചാര്യനായ മന്നത്ത് പത്മനാഭൻ, ഇവരുടെ 2 പേരുടെയും ഫോട്ടോ അനാച്ഛാദനം ചെയ്യുന്നത് നമ്മുടെ പ്രിയങ്കരിയായ സിനി ആർട്ടിസ്റ്റ് ശ്രീമതി ഗായത്രി ആയിരുന്നു. ചേർത്തല ഉഴുവ പുതിയകാവ് ദേവങ്കൽ ദേവസ്വത്തിന്റെ നവീകരിച്ച പാഞ്ചജന്യം AC ഓഡിറ്റോറിയം, ദേവസ്വം വെബ്സൈറ്റ് എന്നിവയുടെ ഉദ്ഘാടനം ഓഗസ്റ്റ് 22-ന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശനിയാഴ്ച വൈകിട്ട് 5-ന് താലൂക്ക് NSS യൂണിയൻ പ്രസിഡന്റ് പ്രൊഫസർ ഇലഞ്ഞിയിൽ രാധാകൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ് ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുക. ദേവസ്വം വെബ്സൈറ്റ് P. പ്രസാദ് MLA പ്രകാശിപ്പിക്കും. ദേവസ്വം പ്രസിഡന്റ് രാജേന്ദ്രൻ കണ്ടരപ്പള്ളി അധ്യക്ഷനാകും. ചലച്ചിത്ര താരം ഗായത്രി അരുൺ, മന്നത്ത് പത്മനാഭന്റെയും ദേവസ്വം മുൻ പ്രസിഡന്റ് G. ഗോപാലകൃഷ്ണൻ നായരുടെയും ചിത്രങ്ങൾ അനാച്ഛാദനം ചെയ്യും. 1.75 കോടി രൂപയോളം ചെലവഴിച്ചാണ് ഓഡിറ്റോറിയം നവീകരിച്ചത്. 600-ൽ പരം പേർക്ക് ഇരിപ്പിടത്തോടെയാണ് ഹാൾ. 300 പേർക്ക് ഭക്ഷണം കഴിക്കാൻ AC ഊട്ടുപുരയും സജ്ജമാക്കിയിട്ടുണ്ട്. 1500 പേർക്ക് വിഭവം തയ്യാറാക്കാൻ ആധുനിക അടുക്കള, പാർക്കിംഗ് സൗകര്യം തുടങ്ങിയവയും സജ്ജമാണ്. ദേവസ്വം പ്രസിഡന്റ് രാജേന്ദ്രൻ കണ്ടാരപ്പള്ളി, സെക്രട്ടറി P. രാധാകൃഷ്ണപിള്ള, ഭാരവാഹികളായ CB ശശിധരൻ, CN സുനിൽകുമാർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ടൈം ന്യൂസ് ചേർത്തല. KSRTC ചേർത്തല ഡിപ്പോയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ഈ ഓണം KSRTCയോടൊപ്പം എന്ന പേരിലാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്.
KSRTC ചേർത്തല ഡിപ്പോയുടെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ഈ ഓണം KSRTCയോടൊപ്പം എന്ന പേരിലാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. ഡിപ്പോ വളപ്പിൽ നടന്ന ചടങ്ങിൽ ആലപ്പുഴ DCRB DYSP A അനന്തലാൽ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഓമന സ്വപ്നങ്ങൾ ഊഞ്ഞാലാടുന്ന ഓണ നിലാവിൻ്റെ നാട്ടിൽ ഒരിക്കൽ കൂടി ഓണം മാവേലിയൊക്കെ നമ്മുടെ മുമ്പിൽ എത്തിക്കുന്നു. ഈ ഒരു സമയത്ത് നമ്മളെപ്പോഴും ആഘോഷിക്കും. നമ്മളൊക്കെ ഓണം കൊണ്ടുമ്പോൾ കാണം വിറ്റും ഓണം ഉണ്ണണം എന്നുള്ളതാണ്. പക്ഷെ കാണം വിറ്റും ഓണം ഉണ്ണാൻ സാധ്യതയില്ലാത്ത ഒരു ചെറിയ സമൂഹം നമ്മുടെ ഒക്കെ ഇടയിലുണ്ട്. അപ്പോൾ അവരെ കൂടി ഓർമ്മിപ്പിക്കണമെന്നുകൂടി ഒരു അവസരം മാത്രം ഞാൻ ഈ അവസരം ഓർമ്മിക്കുന്നത്. ഇന്നോണം വന്നെന്നു പാടി പറക്കണ പൊന്നോണ തുമ്പികളെ, പൂക്കളം തീർക്കുവാനായെനിക്കിത്തിരി പൂക്കളും കൊണ്ടരുമോ. ഇന്നോണം വന്നെന്നു പാടി പറക്കണ പൊന്നോണ തുമ്പികളെ, പൂക്കളം തീർക്കുവാൻ ആയെനിക്കിത്തിരി പൂക്കളും കൊണ്ടരുമോ. ചെത്തിയും ചെമ്പരത്തിപ്പൂവുമായി നിങ്ങൾ അത്തത്തിനെത്തിയപ്പോൾ അങ്കണത്തൈമാവിൻ ചോട്ടിലെ അമ്മതൻ സങ്കടം കണ്ടിരുന്നു. ചെത്തിയും ചെമ്പരത്തിപ്പൂവുമായി നിങ്ങൾ അത്തത്തിനെത്തിയപ്പോൾ അങ്കണത്തൈമാവിൻ ചോട്ടിലെ അമ്മതൻ സങ്കടം കണ്ടിരുന്നു. ഓണം വിറ്റുണ്ണേണ്ട കാര്യമില്ലാത്തവർ ഓണമാഘോഷിക്കുമ്പോൾ ഈറനാണിയും മിഴികൾ തുടയ്ക്കുവാൻ ഈണവുമായി വരുമോ. കാണം വിറ്റുണ്ണേണ്ട കാര്യമില്ലാത്തവർ ഓണമാഘോഷിക്കുമ്പോൾ ഈറനണിയും മിഴികൾ തുടയ്ക്കുവാൻ ഈണവുമായി വരുമോ. സീനിയർ സൂപ്രണ്ട് രശ്മി K. തോമസ് അധ്യക്ഷത വഹിച്ചു. ടയർ ഇൻസ്പെക്ടർ MK രജീഷ് സ്വാഗതം പറഞ്ഞു. ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ അനു S. മുഖ്യപ്രഭാഷണം നടത്തി. സംഘടനാ പ്രതിനിധികളായ മധു B. ഗോപൻ, ദീപു B, PK സുനിൽ, KS സുനിൽകുമാർ, S. ജയകുമാർ, കവിത M എന്നിവർ ആശംസകൾ നേർന്നു. VX ബിനുമോൻ നന്ദി പറഞ്ഞു. ടൈം ന്യൂസ് ചേർത്തല. പൂച്ചാക്കൽ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിൽ ഓണം ഫെയർ ആരംഭിച്ചു. തൈക്കാട്ടുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VR രജിത ഉദ്ഘാടനം ചെയ്തു. അരൂർ മണ്ഡലത്തിലെ സപ്ലൈകോ ഓണം ഫെയർ ആരംഭിച്ചു. പൂച്ചാക്കൽ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിൽ തൈക്കാട്ടുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VR രജിത ഉദ്ഘാടനം ചെയ്തു. എല്ലാവർക്കും തുല്യമായി സമാനമായി ഓണം ആഘോഷിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നത് ഏതൊരു സർക്കാരിന്റെയും ഉത്തരവാദിത്തമാണ്. 1974 മുതലാണ് സപ്ലൈകോ എന്ന് പറയുന്ന പ്രസ്ഥാനം നമ്മുടെ കേരളത്തിൽ വിപണിയിൽ ഇടപെട്ടുകൊണ്ട് ഓണക്കാലത്ത് വിപ്ലവകരമായ ഒരുപാട് മാറ്റങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അന്നു മുതൽ ഇന്ന് വരെ എല്ലാ വർഷവും ഏതെല്ലാം സർക്കാരുകൾ മാറി മാറി ഭരിച്ചാലും വിപണിയിൽ ഇടപെടുന്ന കാര്യത്തിൽ ഓണക്കാലത്തെങ്കിലും എല്ലാവരും സമത്വത്തോടെ ഇടപെടുന്നുണ്ട്. തൈക്കാട്ടുശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് കവിത സജീവൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം രാജേഷ് വിവേകാനന്ദ ആദ്യ വിൽപ്പന നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം P. ബിജു, ഗ്രാമപഞ്ചായത്ത് അംഗം M. മഹേഷ്, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ സുദർശനൻ, മാധവപ്പള്ളി, K. ബാബുലാൽ, PK ഫസലുദ്ദീൻ, ജോയി കൊച്ചുതറ, KG ഷാജി എന്നിവർ സംസാരിച്ചു. ചേർത്തല സപ്ലൈകോ ഡിപ്പോ മാനേജർ BS റെയ്നോൾഡ് സ്വാഗതവും ജൂനിയർ മാനേജർ ബിജിലകുമാരി നന്ദിയും പറഞ്ഞു. ടൈം ന്യൂസ് പൂച്ചാക്കൽ. ചേർത്തല താലൂക്ക് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഓണച്ചന്ത ആരംഭിച്ചു. ചേർത്തല സ്വകാര്യ ബസ് സ്റ്റാൻഡിലാണ് ഓണച്ചന്ത ആരംഭിച്ചത്.
ചേർത്തല താലൂക്ക് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഓണച്ചന്ത ആരംഭിച്ചു. ചേർത്തല സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ ആരംഭിച്ച ഓണച്ചന്തയുടെ ഉദ്ഘാടനം ചേർത്തല അസിസ്റ്റന്റ് രജിസ്ട്രാർ UK രേണുക നിർവഹിച്ചു. കഴിഞ്ഞ വർഷം ഏകദേശം 32ഓളം സഹകരണ സംഘങ്ങൾ ഓണം വിപണി നടത്തിയിരുന്നെങ്കിലും ലഭിച്ച സാധനങ്ങളുടെ ക്വാളിറ്റി കുറവ് മൂലവും ലഭ്യതക്കുറവ് മൂലവും പോയി കളക്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കായംകുളത്തായിരുന്നു അന്ന് കോടനുണ്ടായിരുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് കുറച്ച് സംഘങ്ങൾ പിന്നോട്ട് മാറിയെങ്കിലും ഇപ്പോൾ ഏകദേശം 29ഓളം സംഘങ്ങൾ നമ്മളോടൊപ്പം സഹകരിച്ചിട്ടുണ്ട്. HW11 നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് എന്താവശ്യപ്പെട്ടാലും ഏറ്റവും സന്തോഷത്തോടു കൂടി ഏറ്റെടുത്ത് നടത്തുകയും ചെയ്തിട്ടുള്ളതാണ്. നഗരസഭാ ചെയർപേഴ്സൺ S. സോബിൻ ആദ്യ വിൽപ്പന നിർവഹിച്ചു. സംഘം പ്രസിഡന്റ് P. ഷാജിമോഹൻ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് KV ചന്ദ്രബാബു, യൂണിറ്റ് ഇൻസ്പെക്ടർ വിദ്യ, സഹകരണ സർക്കിൾ യൂണിയൻ ചെയർമാൻ A. സാബു, ഭരണസമിതി അംഗങ്ങളായ ME കുഞ്ഞുമുഹമ്മദ്, വത്സല സുഗുണൻ, ആര്യ, സംഘം സെക്രട്ടറി G. അജിത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ചേർത്തല. ചേർത്തല കളവങ്കോടം സർവീസ് സഹകരണ ബാങ്കിന്റെ ഓണച്ചന്ത പ്രവർത്തനം തുടങ്ങി. ബാങ്ക് പ്രസിഡന്റ് പ്രസാദ് കണ്ണിക്കാട്ട് ആദ്യ വിൽപ്പന നടത്തി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ചേർത്തല കളവങ്കോടം സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ഓണച്ചന്ത പ്രവർത്തനം ആരംഭിച്ചു. ബാങ്കിനോട് ചേർന്ന് തന്നെയാണ് ഓണച്ചന്ത പ്രവർത്തിക്കുന്നത്. ബാങ്ക് പ്രസിഡന്റ് KP പ്രസാദ് കണ്ണിക്കാട്ട് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. സഹകാരി N. ജയന് ആദ്യ വിൽപ്പന നടത്തിക്കൊണ്ടായിരുന്നു ഉദ്ഘാടനം. ബോർഡ് അംഗങ്ങളായ PR കാർത്തികേയൻ, MN ഉദയപ്പൻ, R. അജയൻ, AD സുനിൽ, ലീന രാധാകൃഷ്ണൻ, ബിന്ദു സജീവ്, PK നടരാജൻ, സുനിമോൾ, സെക്രട്ടറി KT ആനന്ദ് തുടങ്ങിയവർ പങ്കെടുത്തു. ടൈം ന്യൂസ് ചേർത്തല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചരിത്രപ്രസിദ്ധമായ ആലപ്പുഴ നെഹ്റു ട്രോഫി ജലോത്സവം ഓഗസ്റ്റ് 22 ശനിയാഴ്ച നടക്കും. 22 ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെ 71 വള്ളങ്ങൾ പങ്കെടുക്കും. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. ഒരുക്കങ്ങൾ പൂർത്തിയായി. സ്ത്രീകളുടെ വ്യക്തിത്വം തിരിച്ചറിയാൻ പ്രാപ്തമാക്കിയ പ്രസ്ഥാനമാണ് കുടുംബശ്രീ എന്ന് മന്ത്രി KM ഷാജി. കുടുംബശ്രീ ഓണം വിപണന മേളയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി KM ഷാജി ആലപ്പുഴയിൽ നിർവഹിച്ചു. നാടിനൊന്നടിക്കിയ കരുവാറ്റ കൊലപാതകം. കൊല്ലപ്പെട്ട ശിവൻകുട്ടി നായരുടെ മൃതദേഹം സംസ്കരിച്ചു. പ്രായപൂർത്തിയാകാത്ത പ്രതികളെ മുതിർന്നവരായി പരിഗണിച്ച് വിചാരണ നടത്താൻ പോലീസ് നടപടി ആരംഭിച്ചു. ക്ഷേമ പെൻഷനുകൾ അട്ടിമറിക്കാൻ നീക്കുമെന്ന ആരോപണം. CPIM പ്രക്ഷോഭത്തിലേക്ക്. വിവിധ സ്ഥലങ്ങളിൽ നടന്ന മാർച്ചിലും ധർണയിലും നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പാതിരാമണൽ ദ്വീപ് സന്ദർശിച്ചു. ദ്വീപിന്റെ വികസനത്തിന് ആവശ്യമായ ഇടപെടൽ നടത്തുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. മണൽ ഖനന വിഷയം ഇവിടുത്തെ നേതാക്കൾ പരിഹരിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.